നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്നുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ വിജയമാണ്. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം പൊളിച്ചായിരുന്നു പോലീസിന്റെ അതിവേഗ നടപടി. വയനാട്ടിലെ റിസോർട്ടിൽ നിന്ന് രാവിലെ 9 ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി സെൻട്രൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അശ്ലീല പരാമർശത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. വയനാട്ടിൽ നിന്ന് റോഡ് മാർഗം രാത്രിയോടെ കൊച്ചിയിലെത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നാലെ മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിനിടെ നടി ഹണി റോസിന്റെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ നടി ഹണി റോസ് പരാതി നൽകിയത്. തുടർന്ന് സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തു. പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ബോബിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ വയനാട്ടിലേക്ക് കടന്നതായി പോലീസ് മനസ്സിലാക്കിയിരുന്നു. ഇതോടെ വയനാട് പോലീസിന്റെ ശക്തമായ നിരീക്ഷണത്തിലായി പ്രതി. തുടർന്ന് കൊച്ചിയിൽ നിന്ന് വയനാട്ടിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം രാവിലെ മേപ്പാടിയിലെ എസ്റ്റേറ്റിന് സമീപത്തുള്ള റിസോർട്ടിൽ നിന്ന് നാടകീയമായി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം നേടാനും ശ്രമിക്കുന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ആ നീക്കം പൊളിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. അതിനിടെ നടി ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. എറണാകുളം CJM കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത്. പിന്നാലെ പോലീസ് നടപടിയിൽ നന്ദി പറഞ്ഞ് ഹണി റോസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. മാനസികമായി വലിയ ആശ്വാസമെന്നും താരം പ്രതികരിച്ചു. താനും കുടുംബവും കടന്നുപോയത് മോശം അവസ്ഥയിലായിരുന്നു. ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചപ്പോൾ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചു. തന്റെ പരാതിക്ക് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ നൽകിയ വിശദീകരണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹണി റോസ് ന്യൂസ് 18 പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തില് അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു എന്ന് തോന്നിയൊരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ പരാതിയായിട്ട് മുമ്പോട്ട് പോയത്. എനിക്ക് തന്നെ അതിശയമാണ് ഇത്രയും ഒരു ഹ്യൂജ് റെസ്പോൺസ് എനിക്ക് കിട്ടും എന്നുള്ളതും, അല്ലെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ളതല്ല തെറ്റാണ്. കാരണം അത്രയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തു എന്നിടത്താണ് അതിന്റെ ഒരു സപ്പോർട്ടിന്റെ ഒരു റീസൺ കിടക്കുന്നത്. കാരണം എല്ലാവരും, ഞാൻ മാത്രമല്ല, എന്റെ കൊളീഗ്സും അല്ലെങ്കിൽ സമൂഹത്തിൽ സാധാരണ ജോലി ചെയ്താൽ ഒരു വീട്ടമ്മ, അങ്ങനെ സാധാരണ ആളുകൾക്ക് പോലും, പെൺകുട്ടികൾക്ക് പോലും ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതേപോലെ തന്നെ പെൺകുട്ടികളെന്നല്ല, പുരുഷന്മാർക്കുമുണ്ട് ഈ സൈബർ അറ്റാക്കിംഗ്, പല രീതികളിലുണ്ട്. അപ്പൊ അതൊരു ഭയങ്കരമായി നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഇത്രയും വലിയൊരു സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടുന്നത്. അതേസമയം ബോബി ചെമ്മണ്ണൂരിന് പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറിയിട്ടുണ്ട്. അശ്ലീല കമന്റിട്ട 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും പോലീസ് അറിയിച്ചു. സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന് വിനയായത്. ന്യൂസ് 18 കൊച്ചി.